നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കാവ്യ മാധവനെ വീണ്ടും ചോദ്യം ചെയ്യും. കാവ്യ ആവശ്യപ്പെടുന്നിടത്തെത്തി ചോദ്യം ചെയ്യാനെത്തുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഗൂഢാലോചനയ്ക്ക് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. ദിലീപിനെയും പൾസർ സുനിയെയും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുമിച്ചു കണ്ട തൃശൂർ സ്വദേശികളായ രണ്ടുപേരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി. കാലടി മജിസ്ട്രേറ്റ് കോടതിയാണ് മൊഴി രേഖപ്പെടുത്തിയത്. CRPC 160 പ്രകാരമാണ് അന്വേഷണ സംഘം കാവ്യ മാധവന് നോട്ടീസ് നൽകുക. മൊഴിയെടുക്കാൻ ഹാജരാകണമെന്ന് കാവ്യയോട് അന്വേഷണ സംഘം നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. രഹസ്യകേന്ദ്രത്തിൽ വെച്ച് കാവ്യയുടെ മൊഴി രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അമ്മയുടെയും അഭിഭാഷകന്റെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യലിന് സമ്മതമാണെന്ന് കാവ്യ അറിയിച്ചതായാണ് സൂചന. ആലുവ പോലീസ് ക്ലബിന് പകരം മറ്റ് ഏതെങ്കിലും കേന്ദ്രത്തിൽ വെച്ചായിരിക്കും മൊഴിയെടുക്കൽ. പോലീസ് ക്ലബിലെ മാധ്യമങ്ങളുടെ സാന്നിധ്യം പരിഗണിച്ചാണ് ഇത്. ആലുവ പറവൂർ കവലയിലെ വീട്ടിലാണ് കാവ്യ ഇപ്പോഴുള്ളത്. നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് കാവ്യയുടെ കാക്കനാട്ടെ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചതായി പൾസർ സുനി അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. അതുകൊണ്ടുതന്നെ കാവ്യയുടെ മൊഴി കേസിൽ നിർണായകമാകും. ദിലീപും പൾസർ സുനിയും തമ്മിലെ ഗൂഢാലോചന തെളിയിക്കുന്നതിനായി രണ്ട് സാക്ഷികളുടെ മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തി. CRPC 164 പ്രകാരം കാലടി മജിസ്ട്രേറ്റിന് മുമ്പിലാണ് അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തിയത്. ദിലീപിന്റെ ജോർജേട്ടൻസ് പൂരത്തിന്റെ തൃശൂർ ടെന്നീസ് ക്ലബ്ബ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ നിന്നാണ് മൊഴിയെടുത്തത്. ദിലീപിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കുമ്പോൾ ഗൂഢാലോചനയ്ക്കുള്ള ശക്തമായ തെളിവാകും ഇവരുടെ മൊഴികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൾസർ സുനി 2 വർഷം മുൻപ് മറ്റൊരു കൊട്ടേഷൻ മാനഭംഗം നടത്തിയതായി പോലീസ്. ലോഹി സിനിമകളിലൂടെ നായികാ പദവിയിലെത്തിയ ഒരു യുവനടിയായിരുന്നു അന്നത്തെ ഇര. ഇപ്പോൾ ദിലീപിനായി രംഗത്തുള്ള ഒരു നിർമ്മാതാവാണ് കൊട്ടേഷൻ നൽകിയതെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിർമ്മാതാവിനെ ഉടൻ പോലീസ് ചോദ്യം ചെയ്യും. ഈ നിർമ്മാതാവാണ് പൾസറിനെ ദിലീപിന് പരിചയപ്പെടുത്തിയത്. CRPC 2 വർഷം മുമ്പ് നടന്ന കൊട്ടേഷൻ മാനഭംഗത്തിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അക്കാലത്ത് സജീവമായിരുന്ന ഒരു യുവ നടിയാണ് ആക്രമണത്തിന് ഇരയായത്. ലോഹി സിനിമകളിലൂടെ നായിക പദവിയിലെത്തിയ നടി സംഭവത്തോടെ സിനിമയിൽ സജീവമല്ലാതായി. ഇപ്പോൾ സജീവമായ ഒരു നിർമ്മാതാവായിരുന്നു അന്ന് കൊട്ടേഷനു പിന്നിൽ. ഇയാളിപ്പോൾ ദിലീപിനായി സജീവമായി രംഗത്തുണ്ട്. ദിലീപിന് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയതും ഈ നിർമ്മാതാവാണ്. അന്ന് ആക്രമണത്തിനിരയായ നടി പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. സിനിമാ മേഖലയിൽ അന്ന് സംഭവം സജീവ ചർച്ചയായെങ്കിലും നടിക്ക് പിന്തുണ നൽകാനോ ആരും മുന്നോട്ട് വന്നതുമില്ല. സംഭവത്തോടെ മാനസികമായി തകർന്ന നടി സിനിമാ മേഖലയിൽ നിന്ന് മെല്ലെ അപ്രത്യക്ഷയായി. പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിച്ച പോലീസ് സംഘത്തിനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചത്. ഇതിനെ തുടർന്ന് നടിയെ പോലീസ് സമീപിച്ച് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചാൽ സഹകരിക്കാൻ തയ്യാറാണെന്ന സന്ദേശം നടി പോലീസിന് കൈമാറിക്കഴിഞ്ഞു. ആരോപണവിധേയനായ നിർമ്മാതാവിന് ദിലീപുമായി ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. കിളിരൂർ പീഡനക്കേസുമായി ബന്ധപ്പെട്ട് ഈ നിർമ്മാതാവിന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അന്വേഷണത്തോട് സഹകരിക്കാൻ നടി തയ്യാറായ സാഹചര്യത്തിൽ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആരോപണവിധേയനായ നിർമ്മാതാവിനെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടൻ ദിലീപിന് പരോക്ഷ പിന്തുണയുമായി നീറ്റ ജലാറ്റിൻ കേസ് പ്രതി തുഷാർ രംഗത്ത്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റിലായവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു നടന്ന കേരള മനുഷ്യാവകാശ സമിതി യോഗത്തിലാണ് മാധ്യമങ്ങളെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞ് ദിലീപിനെ പരോക്ഷമായി തുഷാർ ന്യായീകരിച്ചത്. അതേസമയം നഴ്സുമാരുടെ സമരത്തിന് പിന്തുണ നൽകാനാണ് CPI മാവോയിസ്റ്റിന്റെ രഹസ്യ നീക്കമെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. തമിഴ്നാട് ജയിലിൽ കഴിയുന്ന മാവോയിസ്റ്റ് പ്രവർത്തകരായ ഷൈനിയെയും അനൂപിനെയും കാണാൻ പോയ CP റഷീദ്, ഹരി എന്നിവരെ കേരള തമിഴ്നാട് പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചുവെന്ന് ആരോപിച്ച് കൊല്ലത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിലാണ് നീറ്റ ജലാറ്റിൻ കേസിലെ പ്രതി കൂടിയായ തുഷാർ യുവനടിയെ ആക്രമിച്ച കേസിൽ പിടിയിലായ നടൻ ദിലീപിനെ പിന്തുണച്ചതും പോലീസിനെയും ഭരണകൂടത്തെയും തള്ളിപ്പറഞ്ഞതും. മാധ്യമങ്ങളെയും തുഷാർ വെറുതെ വിട്ടില്ല. കേസ് അന്വേഷണം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അയാളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിശബ്ദതയുണ്ട്. അയാൾക്ക് മാധ്യമങ്ങളുമായിട്ടോ അതല്ലെങ്കിൽ ഭരണകൂടവുമായിട്ട് പോലും, അതായത് അയാളുടെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള തെളിവുകൾ ആ ഘട്ടത്തിൽ, അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കോടതിയിൽ പോലും സമർപ്പിക്കാനുള്ള അവകാശമില്ല. ആ അന്വേഷണത്തെ നിശബ്ദമായി നേരിടേണ്ട ഒരാളാണ് പ്രതി എന്നുള്ള നിലയ്ക്കാണ് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ പ്രതിയുടെ സ്ഥാനം അന്വേഷണ ഘട്ടത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുള്ളത്. ഇനി വിചാരണയുടെ ഘട്ടത്തിലാണ് തന്റെ നിരപരാധിത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രതിക്ക് സാധിക്കുക. നീറ്റ ജലാറ്റിൻ ആക്രമണത്തെ തുടർന്ന് രൂപേഷ് പിടിയിലായതോടെ CPI മാവോയിസ്റ്റ് സംഘടന ദുർബലമായെന്നും അതിനെ മറികടക്കാനാണ് മനുഷ്യാവകാശ സംഘടന ലേബലിൽ വൈപ്പിൻ സമരം പോലുള്ള ജനകീയ പ്രശ്നങ്ങൾ ഇടപെടാൻ മാവോയിസ്റ്റ് സംഘടന തീരുമാനിച്ചതെന്നും നഴ്സുമാരുടെ സമരത്തെ പിന്തുണച്ച് സംഘടന സജീവമായി രംഗത്തുണ്ടെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു.
നഴ്സുമാരുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി തങ്ങളെ ഉയർത്തുന്ന നയങ്ങൾക്ക് പൊതുസമൂഹത്തിന് പിന്തുണ തേടുകയാണ് ലക്ഷ്യമെന്നും പോലീസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കപ്പെടുന്ന രമണൻ, ക്രിസ്റ്റി, അജിത് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അഡ്വക്കേറ്റ് PA പൗരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന് ഒരുങ്ങി ദില്ലി. ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതിയെ കണ്ടെത്താനുള്ള തിരഞ്ഞെടുപ്പ് നാളെ രാജ്യമെങ്ങും നടക്കും. NDA സ്ഥാനാർത്ഥിയായി ബീഹാർ മുൻ ഗവർണർ രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മുൻ ലോക്സഭാ സ്പീക്കർ മീരാ കുമാറുമാണ് മത്സരരംഗത്തുള്ളത്. ഇരുവരുടെയും പ്രചാരണം ഇന്ന് അവസാനിക്കും. രാഷ്ട്രപതി പ്രണബ് മുഖർജി കാലാവധി പൂർത്തിയാക്കി 25-ന് രാഷ്ട്രപതി ഭവന്റെ പടിയിറങ്ങും. റെയ്സിന കുന്നിലെ പുതിയ അതിഥിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയകളുടെ അന്തിമഘട്ടത്തിലേക്ക് നാളെ മുതൽ രാജ്യം കടക്കുകയാണ്. ഇലക്ടർ വോട്ടുകൾ നിർണായകമാകുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ MLA-മാരും MP-മാരുമായി 4896 പേർ വോട്ട് ചെയ്യും. ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും 784 MP-മാരും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 4114 MLA-മാരും ഉൾപ്പെടുന്ന വോട്ടർമാരുടെ ആകെ വോട്ട് മൂല്യം 11 ലക്ഷത്തിനടുത്താണ്. ജനപ്രതിനിധി സഭകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവർക്ക് വോട്ടില്ല. MP-യുടെ വോട്ട് മൂല്യം 708 ആയിട്ട് കണക്കാക്കിയിട്ടുണ്ട്. MLA-മാരുടെ വോട്ടിന്റെ മൂല്യം അതാത് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ അനുപാതത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം UP-യിലെ MLA-മാരുടെ വോട്ട് മൂല്യമാണ് ഏറ്റവും ഉയർന്നത്, 208. കേരളത്തിലെ ഒരു MLA-യുടെ വോട്ട് മൂല്യമാകട്ടെ 152ആയും കണക്കാക്കിയിരിക്കുന്നു. നരേന്ദ്രമോദി സർക്കാർ നേരിടുന്ന ആദ്യ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ രാംനാഥ് കോവിന്ദാണ് NDA സ്ഥാനാർത്ഥി. വിജയിക്കാനുള്ള വോട്ടിന് 17,000-ഓളം വോട്ട് കുറവുള്ള NDA തമിഴ്നാട്ടിൽ നിന്നും AIADMK-യുടെയും ബീഹാറിൽ നിന്ന് JDU-ന്റെയും പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മീരാ കുമാർ ആം ആദ്മി, BJDS തുടങ്ങി ഇരുപക്ഷത്തുമില്ലാത്ത പാർട്ടികളുടെ വോട്ട് പ്രതീക്ഷിക്കുന്നു. രാംനാഥ് കോവിന്ദും മീരാ കുമാറും മുഖാമുഖം വരുന്നു എന്നതിനപ്പുറം ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ ബലാബലമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത്. ജയപരാജയങ്ങൾ ഇരുപക്ഷത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളെ സ്വാധീനിക്കും. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം സന്തോഷ് സർലിംഗ്. നഴ്സുമാരുടെ സമരത്തെ നേരിടാനൊരുങ്ങി കണ്ണൂർ ജില്ലാ ഭരണകൂടം. നഴ്സിംഗ് വിദ്യാർത്ഥികളെ വിന്യസിക്കാനാണ് തീരുമാനം. അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ദിവസവേതനത്തിൽ നിയമിക്കാനാണ് നീക്കം. വിവരങ്ങളുമായി ജോഷ്ല ചേരുകയാണ്. ജോഷ്ല, ഏത് സാഹചര്യത്തിലാണ് ഭരണകൂടം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് നടക്കുന്നത്? ഒപ്പം നഴ്സുമാരുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഗിരീഷ്മ, ജില്ലാ കേന്ദ്രങ്ങളിലും ആശുപത്രികൾക്ക് മുന്നിലും നഴ്സുമാർ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കാലാവസ്ഥയിലുണ്ടായ മാറ്റം, പനി പടരുന്ന സാഹചര്യത്തിൽ, പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇതിനായിട്ടാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ഇറക്കിയ ഉത്തരവിൽ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനികളുടെ സേവനം ഈ ആശുപത്രികളിൽ ലഭ്യമാക്കാനാണ് തീരുമാനം വന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ നിരോധനാജ്ഞ, നഴ്സിംഗ് സമരത്തെ നേരിടാൻ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളെ വിന്യസിക്കാൻ വേണ്ടി ആശുപത്രി നഴ്സിംഗ് കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുന്നു. 8 കോളേജുകൾക്കാണ് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. AKG ആശുപത്രിയിൽ 10 പേരെയും ഈ 10 പേരെ സ്പെഷ്യാലിറ്റി ആശീർവാദ് ആശുപത്രികളിൽ നിയോഗിക്കണമെന്നാണ് ഉത്തരവുള്ളത്. മാത്രമല്ല, കൊയിലി നഴ്സിംഗ് സ്റ്റുഡൻസിന് കനൂസ കോളേജിൽ AKG ആശുപത്രിയിൽ നിന്നുമുള്ള നഴ്സിംഗ് സ്റ്റുഡൻസിനെ കൊയിലി സ്പെഷ്യാലിറ്റി ആശീർവാദ് ആശുപത്രികളിൽ വിന്യസിക്കാനും, അതുപോലെ കനൂസ കോളേജ് ഓഫ് നഴ്സിംഗിലുള്ള 20 വിദ്യാർത്ഥിനികളെ ക്രസന്റ് കോളേജിലും പഴയങ്ങാടി ക്രസന്റ് കോളേജിലും 40 വിദ്യാർത്ഥികളെ സഭാ ഹോസ്പിറ്റലിലും വിന്യസിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ 10 പേരെയും നൽകാൻ പ്രിൻസിപ്പലിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ 8 കോളേജുകൾക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. CRPC 144 അനുസരിച്ചുള്ള ഉത്തരവാണ് ഇറക്കിയിരിക്കുന്നത്. നാളെ മുതൽ 5 ദിവസത്തേക്ക് നഴ്സിംഗ് കോളേജുകൾ പൂട്ടി ഇത്തരത്തിൽ സഹകരിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല, സമരക്കാരും വിദ്യാർത്ഥികളും തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസിനെ വിന്യസിക്കണമെന്നും കൃത്യമായും ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ആശുപത്രികളിൽ പോയി സേവനം അനുഷ്ഠിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നു. ഇതിന് കാരണമായി ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, 50% താഴെ മാത്രമേ ഇപ്പോൾ ആശുപത്രികൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് പനിയും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ അടക്കമുള്ള ജലജന്യ രോഗങ്ങളടക്കം വ്യാപിക്കുന്ന അവസ്ഥയിൽ
ഇത്തരത്തിൽ ഒരു നഴ്സിംഗ് സമരത്തെ നേരിടാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വിന്യാസം നടത്തിയേ തീരൂ. ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങൾക്ക് അടിയന്തര ചികിത്സ നൽകേണ്ട സാഹചര്യത്തിൽ ഇത്തരത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ജോഷ്ല, അതോടൊപ്പം തന്നെ നഴ്സുമാരുടെ ഇങ്ങനെ വിദ്യാർത്ഥികളെ സേവനത്തിനായി ഉപയോഗിച്ചാൽ നഴ്സുമാരുടെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് അതിടയാകാനുള്ള സാധ്യതയില്ലേ? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഭരണകൂടത്തിന്റെ തീരുമാനം? തീർച്ചയായും ഗിരീഷ്മ, നഴ്സുമാർ ഇതിനെതിരെ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം നഴ്സിംഗ് വിദ്യാർത്ഥികൾ സേവനത്തിനായി ആശുപത്രികളിൽ എത്തുമ്പോൾ ഈ സമരക്കാർ ഇവരെ നേരിടുമോ എന്നുള്ള ഒരു പ്രശ്നം ഭരണകൂടത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടാനും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൃത്യമായും ഈ സേവനം നൽകാനായി നിയോഗിക്കപ്പെടുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഈ സേവനം നൽകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുമായി കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ ഭരണകൂടം ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല പോലീസിനെ വിന്യസിച്ചുകൊണ്ട് കൃത്യമായും ഇവിടെ സമാധാന അന്തരീക്ഷം ആശുപത്രികളിൽ സ്ഥാപിച്ചുകൊണ്ട് ഇവരെ കൃത്യമായും രോഗികൾക്കടുത്ത് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാനാണ് ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഗിരീഷ്മ, നഴ്സുമാരുടെ സമരത്തെ നേരിടാൻ ഒരുങ്ങി കണ്ണൂർ ജില്ലാ ഭരണകൂടം. നഴ്സിംഗ് വിദ്യാർത്ഥികളെ വിന്യസിക്കാനാണ് തീരുമാനം. പകർച്ചപ്പനി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത്. തലസ്ഥാനത്ത് വൻകിട ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഓൺലൈൻ പെൺവാണിഭം നടക്കുന്നതായി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പോലീസ് നടത്തിയ റെയ്ഡിൽ അന്തർ സംസ്ഥാന പെൺവാണിഭ സംഘം ഉൾപ്പെടെ നിരവധി പേർ പോലീസിന്റെ വലയിലായി. അതേസമയം തലസ്ഥാനത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പെൺവാണിഭ സംഘങ്ങൾക്കായി പോലീസ് നടപടി ശക്തമാക്കിയിരിക്കുകയാണ്. തലസ്ഥാനത്തെ വൻകിട ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പെൺവാണിഭം വ്യാപകമായിരിക്കുന്നത്. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിച്ചതാകട്ടെ തലസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും. കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് പരിശോധന നടത്തിയപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത് നിരവധി പെൺവാണിഭ സംഘങ്ങൾ. സ്ത്രീകൾ ഉൾപ്പെടെ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്തു. കൂടാതെ മറ്റ് ചില കണ്ണികൾ പോലീസ് നിരീക്ഷണത്തിലുമാണ്. പേരൂർക്കട, അമ്പലമുക്ക്, കഴക്കൂട്ടം, കാര്യവട്ടം, പേട്ട എന്നിവിടങ്ങളിലെ ചില ഫ്ളാറ്റുകളിലാണ് ഷാഡോ പോലീസ് റെയ്ഡ് നടത്തിയത്. വഴുതക്കാട്ടുള്ള ഒരു ഫ്ളാറ്റും പോലീസ് നിരീക്ഷണത്തിലാണ്. വൻകിട ഫ്ളാറ്റുകൾ വലിയ തുക നൽകിയാണ് ഇടപാടുകാർ വാടകയ്ക്കെടുക്കുന്നത്. പല ഫ്ളാറ്റുകളും അടച്ചിട്ടിരിക്കുന്നത് ഒഴിവാക്കാനായി ഉടമസ്ഥർ മോഹ വാടക തുക വാങ്ങി എന്തിനാണെന്ന് പോലും ചോദിക്കാതെ വാടകയ്ക്ക് നൽകാറാണ് പതിവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വാട്സാപ്പിലൂടെ പെൺകുട്ടികളുടെ ചിത്രം കൈമാറുകയാണ് വാണിഭക്കാരുടെ ആദ്യ നടപടി. അതിനുശേഷം ഇടപാടിന് തയ്യാറായി എത്തുന്നവർക്ക് പെൺകുട്ടികളുടെ റേറ്റും ആ തുക അടയ്ക്കേണ്ട ബാങ്ക് അക്കൗണ്ട് നമ്പറുകളും കൈമാറും. ടെക്നോ പാർക്കിലെ പെൺകുട്ടികളെയാണ് ഇടപാടിനായി കൂടുതലായി ഉപയോഗിക്കുക. എല്ലാം ഫിക്സായാൽ മാത്രം ഇടപാടുകാർ അവരുടെ സ്വന്തം വാഹനങ്ങളിൽ ആവശ്യക്കാരെയും പെൺകുട്ടികളെയുമായും ഒരുമിച്ച് ഫ്ളാറ്റുകളിൽ എത്തിച്ചു കൊടുക്കും. ഇങ്ങനെ ഓരോ ഇടപാടിലൂടെയും 10,000-ങ്ങളാണ് പെൺവാണിഭ സംഘങ്ങൾ ആവശ്യക്കാരിൽ നിന്ന് വാങ്ങിയെടുക്കുന്നത്. ബാങ്ക് ഇടപാടുകൾ, ആഡംബര വാഹനങ്ങൾ, പരിശോധനകൾ, കടന്നുവരാത്ത ഫ്ളാറ്റുകൾ, അങ്ങനെ എല്ലാം സേഫ് ആകുമെന്നാണ് പെൺവാണിഭക്കാർ കരുതിയിരിക്കുന്നതെന്നും പോലീസ് വെളിപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിലും ഫ്ളാറ്റുകളിൽ പരിശോധന നടത്താനാണ് പോലീസ് തീരുമാനം. കാര്യങ്ങൾ തിരക്കാതെ വൻതുകയ്ക്ക് ഫ്ളാറ്റുകൾ വാടകയ്ക്ക് നൽകുന്ന ഫ്ളാറ്റ് ഉടമസ്ഥന്മാർക്കും പോലീസ് നോട്ടീസ് നൽകും. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തക്കാളിക്ക് റെക്കോർഡ് വില. തക്കാളി കിലോയ്ക്ക് 100 രൂപ കവിഞ്ഞു. അപ്രതീക്ഷിതമായ വിലക്കയറ്റം സാധാരണക്കാരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നിന്നും തേനിയിൽ നിന്നുമാണ് പ്രധാനമായും പച്ചക്കറികൾ കേരളത്തിലേക്കെത്തുന്നത്. ഇവിടങ്ങളിലുണ്ടായ വ്യാപക മഴ പച്ചക്കറി വിതരണത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. തക്കാളി വില കിലോയ്ക്ക് 100 രൂപ കവിഞ്ഞു. ചെറുകിട വ്യാപാരികൾ തക്കാളി കിലോയ്ക്ക് 100 മുതൽ 110 രൂപ വരെയാണ് ഈടാക്കുന്നത്. അപ്രതീക്ഷിതമായ വിലക്കയറ്റം സാധാരണക്കാരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും മൊത്തവ്യാപാര കടകൾ ശക്തമായ മഴയെ തുടർന്ന് അടച്ചിരിക്കുകയാണ്. ക്യാരറ്റിന് കിലോയ്ക്ക് 75 രൂപ മുതൽ 85 രൂപ വരെയാണ് ഈടാക്കുന്നത്. വെള്ളരിക്ക 40 മുതൽ 45, വെണ്ടയ്ക്ക 55 മുതൽ 65, ബീറ്റ്റൂട്ട് 44 മുതൽ 45, വെളുത്തുള്ളി 80 മുതൽ 90, ഉള്ളി 17 മുതൽ 20, ഉരുളക്കിഴങ്ങ് 24 മുതൽ 26, ബീൻസ് 45 മുതൽ 55 എന്നിങ്ങനെയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. ബീഫ് നിരോധനത്തിനു പിന്നാലെ രാജ്യത്തെ ജനങ്ങളുടെ കുടുംബ സ്വകാര്യതകളിലേക്കും കടന്നുകയറാൻ RSS ശ്രമിക്കുന്നു. ദേശീയതയുടെ പേരിൽ തന്നെയാണ് ഇപ്പോൾ RSSന്റെ പ്രബോധൻ എന്ന ബോധവൽക്കരണ പരിപാടിക്ക് പദ്ധതി തയ്യാറാകുന്നത്. എന്ത് ധരിക്കണം, എങ്ങനെ പെരുമാറണം തുടങ്ങി കുടുംബ വർത്തമാനങ്ങളിൽ പോലും എന്താകണമെന്നാണ് പ്രബോധനത്തിലൂടെ RSS പറയുന്നത്.
ബീഫ് നിരോധനത്തിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ ആഹാര സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നുകയറിയ RSS ഇപ്പോൾ എല്ലാ സീമകളും ഭേദിച്ച് കുടുംബ സ്വകാര്യതകളിലും ദേശീയതയുടെ പേരിൽ പുതിയ നിർവചനങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നു. എങ്ങനെ പെരുമാറണം, എങ്ങനെ ജന്മദിനം ആഘോഷിക്കണം, എന്തു കഴിക്കണം, എന്തു ധരിക്കണം, അങ്ങനെ വ്യക്തിപരമായ സ്വകാര്യതയിലേക്ക് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിൽ പോലും ദേശീയവാദം ഉന്നയിക്കുന്ന RSSന്റെ ഗൂഢപദ്ധതി കൂടുതൽ വ്യക്തമാകുന്നു. 2019 പൊതു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രബോധൻ എന്നു പേരിട്ട കുടുംബ ബോധവൽക്കരണത്തിന് RSS ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്ത്യക്കാർ ജന്മദിനം ആഘോഷിക്കുമ്പോൾ മെഴുകുതിരി കത്തിച്ച് കേക്ക് മുറിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിനു തന്നെ കളങ്കമാണെന്ന് RSS വാദിക്കുകയാണ്. ഇന്ത്യയിലെ സ്ത്രീകൾ സാരി മാത്രം ധരിക്കണമെന്ന ആഹ്വാനം സംഘപരിവാർ നേരത്തെ തന്നെ രാജ്യത്തുയർത്തിക്കഴിഞ്ഞു. എന്നാൽ പുരുഷന്മാർ ഇനി കുർത്തയും പൈജാമയും മാത്രം ധരിച്ച് ദേശീയതയുടെ ഭാഗമാകണമെന്ന് പ്രബോധൻ ആവശ്യപ്പെടുന്നു. കുടുംബമായി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിനു മുൻപ് പ്രത്യേക മന്ത്രം ചൊല്ലണമെന്നും കുടുംബ വർത്തമാനങ്ങളിൽ ക്രിക്കറ്റ്, സിനിമ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ പോലും പാടില്ല എന്നും പ്രബോധൻ ബോധവൽക്കരണം ആവശ്യപ്പെടുന്നു. ഇന്ത്യയുടെ ദേശീയത എങ്ങനെയാവണമെന്ന് RSS തീരുമാനിക്കാൻ ഒരുങ്ങുന്ന ഇത്തരം ഇടപെടലുകൾ അപകടകരമായ സാഹചര്യം രാജ്യത്ത് സൃഷ്ടിക്കുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്. ആധാറിലെ വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് CPIM. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ജിയോ വരിക്കാരുടെ ആധാർ വ്യക്തിവിവരങ്ങൾ സ്വകാര്യ വെബ്സൈറ്റിൽ പരസ്യമായിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണിതെന്നും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ ദിവസമാണ് 12 കോടിയോളമുള്ള റിലയൻസ് ജിയോ ഉപഭോക്താക്കളുടെ ആധാർ വ്യക്തിവിവരങ്ങൾ magicapp.com എന്ന സ്വകാര്യ വെബ്സൈറ്റിൽ പരസ്യമായത്. magicapp.com എന്ന സൈറ്റിലെ സെർച്ച് ബോക്സിൽ ജിയോ മൊബൈൽ നമ്പർ നൽകിയ ഉടൻ ഉപഭോക്താവിന്റെ മുഴുവൻ വ്യക്തിവിവരങ്ങളും സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. ഉപഭോക്താക്കളുടെ പേര്, വീട്ടുവിലാസം, കുടുംബാംഗങ്ങൾ, ജോലി, വരുമാനം, ജനനത്തീയതി തുടങ്ങിയ മുഴുവൻ ഡെമോഗ്രാഫിക് വിവരങ്ങളുമാണ് ചോർന്നത്. ഒരാഴ്ച മുമ്പ് വരെ ആധാർ വിവരങ്ങൾ നൽകി ജിയോ സിം എടുത്തവരുടെ വിവരങ്ങളും ചോർന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യതയുടെ ലംഘനമാണിതെന്നും ആധാറിലെ വ്യക്തിവിവരങ്ങൾ സംരക്ഷിക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. Parliament, we had objected to this. We had said that what you are creating is like a surveillance state, and all the information about every individual, including the biometric data and the iris identification, if all this is brought into public space, then it's a complete violation of privacy. A guarantee that privacy will be protected of every individual, a law must be enacted. We'll take up this matter in the coming session of Parliament. നേരത്തെ കേന്ദ്ര സർക്കാരിന്റെയും ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെയും നിയന്ത്രണത്തിലുള്ള വെബ്സൈറ്റുകൾ വഴി 13 കോടി ജനങ്ങളുടെ ആധാർ വിവരങ്ങൾ ചോർന്നിരുന്നു. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, ജൻധൻ യോജന, EPF, പാചകവാതക സബ്സിഡി, പെൻഷൻ പദ്ധതികൾ എന്നിവയ്ക്ക് ആധാർ ഉൾപ്പെടുത്തിയുള്ള സർക്കാർ നീക്കത്തിനിടയിലാണ് ആധാർ വിവരങ്ങൾ സുരക്ഷിതമല്ലെന്ന ആശങ്ക ശക്തമാകുന്നത്. സ്വകാര്യ ഏജൻസികൾ ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നത് സ്വകാര്യതയുടെ ലംഘനമാണോ എന്നത് സംബന്ധിച്ച് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കാനിരിക്കെ കൂടിയാണ് ജിയോ വരിക്കാരുടെ മുഴുവൻ രേഖകളും സ്വകാര്യ വെബ്സൈറ്റിൽ ചോർന്നത്. മനുശങ്കർ, ദില്ലി. ആഘോഷങ്ങളില്ലാതെ സമരനായകൻ VSന് 50ാം വിവാഹ വാർഷികം. മക്കളും കൊച്ചുമക്കളും മാത്രമാണ് വിവാഹ വാർഷിക ദിനത്തിൽ ഒപ്പമുണ്ടായിരുന്നത്. നിരവധി പേർ ഫോണിൽ വിവാഹ വാർഷിക ആശംസകൾ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രിയും ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനുമായ VSന് 50ാം വാർഷിക ദിനത്തിലും ആഘോഷങ്ങളൊന്നുമില്ല. മക്കൾക്കും ചെറുമക്കൾക്കുമൊപ്പം അല്പം മധുരം മാത്രം. പുറമേ നിന്ന് ആകെ എത്തിയത് മാധ്യമപ്രവർത്തകർ മാത്രം. അവർക്കും കിട്ടി ലഡുവും പായസവും. 50 വർഷങ്ങൾക്ക് മുൻപുള്ള വിവാഹദിനം VSന്റെ ഭാര്യ വസുമതി ഓർമ്മിച്ചെടുത്തത് ഇങ്ങനെ. കർക്കിടകമാസത്തിന് മുമ്പ് വീട് താമസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാടക വീട്ടിൽ ഞങ്ങൾ ആദ്യം പോയത്. ഉടനെയൊന്നുമില്ല, പാർട്ടി പരിപാടിക്ക് പോയി VS പോയി. VS വന്നപ്പോൾ 9 മണിയായി രാത്രി. ഞാനപ്പോൾ അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു, VSൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ. അവിടെ നിന്ന് പിന്നെ മറ്റേ വാടക വീട്ടിൽ പോയി. വാടക വീട്ടിൽ പോയപ്പോൾ അവിടെ ഒന്നുമില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രായമായ ഒരു സ്ത്രീ കൂട്ടിനും ഉണ്ടായിരുന്നു. രാത്രിയൊന്നും കഴിച്ചില്ല, ഒന്നുമില്ലായിരുന്നു. രാവിലെയാണ് പിന്നെ ചായയൊക്കെ ഉണ്ടാക്കിയത്. 1967 ജൂലൈ 16 പകൽ 3 മണിക്കായിരുന്നു വിവാഹം. ആലപ്പുഴ മുല്ലക്കൽ നരസിംഹപുരം കല്യാണ മണ്ഡപത്തിലായിരുന്നു ചെറിയ ചടങ്ങ്. വിവാഹത്തിന് കതിർ മണ്ഡപമോ പുടവ് നൽകലോ ഒന്നും ഉണ്ടായിരുന്നില്ല. മാലയിടൽ മാത്രമായിരുന്നു ചടങ്ങ്. VSന്റെ 43ാം വയസ്സിലായിരുന്നു വിവാഹം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2 കോടി രൂപ കൈക്കൂലി വാങ്ങി ശശികലയ്ക്ക് ജയിലിൽ ആഡംബര സൗകര്യങ്ങൾ ഒരുക്കിയതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു. ജയിൽ DIG രൂപയാണ് താൻ പകർത്തിയ ദൃശ്യങ്ങൾ ഉദ്യോഗസ്ഥർ നശിപ്പിച്ചതായി ആരോപിക്കുന്നത്.
ജയിലിൽ സുഖവാസത്തിനായി അണ്ണാ-DMK ജനറൽ സെക്രട്ടറി ശശികല, ജയിൽ DG സത്യനാരായണ റാവു അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് 2 കോടി രൂപ നൽകിയിരുന്നതായി ജയിൽ DIG രൂപ IPS കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് പ്രത്യേക പരിഗണന തെളിയിക്കുന്ന വീഡിയോ ദൃശ്യം ഉദ്യോഗസ്ഥരിൽ ചിലർ നശിപ്പിച്ചതായി രൂപ ആരോപിക്കുന്നത്. ശശികലയ്ക്ക് പ്രത്യേകം അടുക്കളയും സന്ദർശകരെ കാണാൻ പ്രത്യേക മുറിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ അനുവദിച്ചിരുന്നു. ഇതിന്റെ അടക്കമുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചത്. ജയിലിലെ ക്രമക്കേടുകളെ സംബന്ധിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോ ക്യാമറയിൽ പകർത്തിയിരുന്നു. ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ പെൻഡ്രൈവിലേക്ക് മാറ്റാൻ ഓഫീസിലെ ഉദ്യോഗസ്ഥന് നൽകുകയും ചെയ്തു. എന്നാൽ തിരികെ ലഭിച്ചപ്പോൾ വീഡിയോ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക സംഘം എത്തുന്നതിന് മുന്നോടിയായി ഇരു ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം ജയിലിലെത്തി. ന്യൂസ് ഡെസ്ക്. ചലച്ചിത്ര താരങ്ങളായ മുകേഷിന്റെയും സരിതയുടെയും മകൻ ശ്രാവൺ മുകേഷ് സിനിമയിലേക്ക്. ശ്രാവൺ നായകനാകുന്ന ചിത്രമായ കല്യാണത്തിന്റെ പൂജ തിരുവനന്തപുരത്ത് നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലെ സിംബണി ഹാളിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷ്യമാക്കി മുകേഷിന്റെ മകൻ നായകനാകുന്ന കല്യാണം എന്ന ചിത്രത്തിന്റെ പൂജാകർമ്മത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരികൊളുത്തി. കല്യാണം എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. കല്യാണം എന്ന പേര് ആരും പെട്ടെന്ന് മറന്നുപോകുന്ന ഒന്നല്ല. ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. സിനിമാ ലോകത്തെ മുൻനിര പ്രതിഭകൾ നിറഞ്ഞിരുന്ന സദസ്സിൽ മകന്റെ സിനിമാ പ്രവേശനത്തിന് നിറകണ്ണുകളോടെ സാക്ഷ്യം വഹിച്ച് അച്ഛൻ മുകേഷ് ശ്രാവണന് ഉപദേശവും നൽകി. ഓ മാധവൻ വലിയ ഒരു നടനാണ്. നിന്നിലൂടെ നിന്റെ അച്ചാച്ചനെ അറിയുന്നതാണ് എൻ്റെ സ്വപ്നം, എൻ്റെ ആഗ്രഹം. സാൾട്ടുമാങ്കോട്രി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ച സംവിധായകൻ രാജേഷ് നായരാണ് കല്യാണം സംവിധാനം ചെയ്യുന്നത്. ഡബ്മാഷ് വീഡിയോയിലൂടെ തരംഗമായി മാറിയ വർഷയാണ് കല്യാണം എന്ന ചിത്രത്തിൽ ശ്രാവണിന്റെ നായികയായെത്തുന്ന പ്രത്യേകത കൂടിയുണ്ട്. വയാ ഫിലിംസിന്റെ ബാനറിലെത്തുന്ന ചിത്രത്തിൽ മുകേഷ് തന്നെയാണ് ശ്രാവണിന്റെ അച്ഛനായും വേഷമിടുന്നത്. ഇവർക്ക് പുറമെ ശ്രീനിവാസൻ, ഹരീഷ് കണാരൻ, ഗ്രിഗറി, സൗബിൻ ഷാഹിർ, സുധീർ കരമന, മാലാ പർവതി, ഇന്ദ്രൻസ്, മാമുക്കോയ, ധർമ്മജൻ, പിഷാരടി എന്നിവരും കല്യാണത്തിലെത്തുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.